ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ആയിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോളി അഡ്മിഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ്, ചെക്ക് യുവർ റാങ്ക് എന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഫൈനൽ റാങ്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റും നോക്കുക. ഇത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫൈനൽ റാങ്കും അറിയാൻ സാധിക്കും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ, അതായത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ, നിങ്ങൾ ഒരു കോളേജ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനായി കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഹയർ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളുമായി പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും ജൂലൈ 4 മുമ്പായി നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. മാത്രമല്ല തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ പറഞ്ഞത് ആദ്യത്തെ ഓപ്ഷനിൽ കൊടുത്ത കോളേജിൽ തന്നെ അലോട്ടഡ് ആയവരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് തന്നെ മതിയെങ്കിൽ, അത് ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ഓപ്ഷൻ ആയിക്കോട്ടെ ഏത് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കോളേജിൽ സർട്ടിഫിക്കറ്റുകളുമായി പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ ലഭിച്ചു, ആ കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ ഏതൊരു ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് തന്നെ നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കോളേജിൽ പോകണം. സർട്ടിഫിക്കറ്റുകളുമായി പോയി ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇനി പറയുന്നത് ഇപ്പോൾ ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരെ, ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് വേണം പക്ഷേ എന്നാൽ ഹയർ ഓപ്ഷൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് ഇപ്പോഴുള്ള അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആക്കുകയും വേണ്ട, എന്നാൽ ഹയർ ഓപ്ഷൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇപ്പോഴുള്ള അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അവർ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ്റോ എയ്ഡഡോ IHRDയോ കെയ്പ്പോ പോളിടെക്നിക് കോളേജുകളിൽ പോവുക. സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ തിരിച്ച് നൽകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള അപേക്ഷകർ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയി പോകും. സോ ഇപ്പോഴുള്ള അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആക്കേണ്ട, പക്ഷേ ഹയർ ഓപ്ഷൻ വേണം എന്നുള്ളവരാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോളേജിൽ പോയിട്ട് വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കുക. ഇനി ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് വേണ്ട, ആ ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഹയർ ഓപ്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ മതി, അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയിക്കോളും. അങ്ങനെയുള്ളവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് കിട്ടിയവരും കിട്ടാത്തവരും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആരൊക്കെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ വെരിഫിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു, ആരൊക്കെ ഒന്നും ചെയ്യേണ്ടാത്ത ടീംസിനെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഡ്മിഷൻ എടുക്കാനും വെരിഫിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാനുമുള്ള സമയം ജൂലൈ 4 വരെയാണ്. അതിനു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന്
സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. അതിനുവേണ്ടി അഡ്മിഷൻ പോർട്ടലിലെ പാർഷ്യൽ ക്യാൻസലേഷൻ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത ഓപ്ഷൻസ് ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് പോളിടെക്നിക്കിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്